പേരൻസിൻ്റെ ഇടയിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള കൺസേൺ ആണ്. നല്ല പഠിച്ചിരുന്ന കുട്ടിയാണ് അവൾ അല്ലെ മോൻ, പെട്ടെന്ന് അവൻ പഠിത്തത്തിൽ ഒരു 9ാം ക്ലാസ് അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് ഡിപ്പായി, പഠിത്തത്തിൽ മാർക്ക് കുറയാൻ തുടങ്ങുന്നു, പ്രശ്നങ്ങളാവുന്നു, പഠിച്ചാൽ തലേക്ക് കയറുന്നില്ല, കൺഫ്യൂഷനായി, അടുത്ത കോഴ്സ് എന്ത് പോകണമെന്ന് അവൻ അറിയില്ല. ഇതൊക്കെ പേരൻസിനെ കണ്ടമാനം പറയുന്ന ഒരു പ്രോബ്ലം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാരണം നമ്മൾ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മതി ഈ സിംറ്റംസ് എല്ലാം കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവം പറഞ്ഞാൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കുന്ന കാലത്ത് ഒരു 9 വയസ്സല്ല 9ാം ക്ലാസ് അല്ലെ 10ാം ക്ലാസ് ഒരു 14-15 വയസ്സാകുമ്പോൾ ബാക്കി എല്ലാ ക്ലാസ്സുകളിലും A+ഉം A ഒക്കെ മാർക്ക് സ്കോർ ചെയ്തിരുന്ന കുട്ടികൾ മെല്ലെ ഡിപ്പാൻ തുടങ്ങുന്നു എന്നുള്ളത് അവരുടെ മെമ്മറിയിലുള്ള കോൺസെൻട്രേഷൻ കുറയും. അതായത് ട്രാൻസിയന്റ് മെമ്മറി ലോസ്, അതായത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കണില്ല, ചില ദിവസം പഠിച്ചു രാവിലെ എണീറ്റ് നോക്കുമ്പോൾ പഠിച്ചൊന്നും ഓർമ്മയില്ല എന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത് മറ്റ് പല കാരണങ്ങളുണ്ടാകും. എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വൈറ്റമിൻ ഡി SA എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഒരു 1000 രൂപയുടെ ടെസ്റ്റ് ചെയ്താൽ വളരെ ലോ ആയിട്ട് വൈറ്റമിൻ ഡി നമ്മൾ വളരെയധികം കുട്ടികളിലും പഠിക്കുന്ന ആൾക്കാരിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും പഠനത്തിൻ്റെ ശൈലി ഇമ്പ്രൂവ് ചെയ്യാനും മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ ആവശ്യമാണ്.